ശശി തരൂർ CPIM-ൽ ചേരുമോ? ഈ ചോദ്യത്തിന് ഇന്ന് പ്രസക്തിയുണ്ടോ എന്നറിയില്ല. തന്റെ പോഡ്കാസ്റ്റിൽ കോൺഗ്രസിനോട് ഇടഞ്ഞ തരൂർ തനിക്ക് ഇതല്ലെങ്കിൽ മറ്റു വഴികളുണ്ട് എന്ന് പറഞ്ഞത് പാർട്ടി മാറുന്നു എന്നാക്കി മാറ്റിയത് പല മാധ്യമങ്ങളിലെയും അന്തി ചർച്ചകളാണ്. എന്നാൽ തന്റെ എഴുത്തുകളുടെ ലോകത്തേക്ക് തിരിയുമെന്നായിരുന്നു തരൂർ അന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പലർക്കും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ അതേ നാവുകൊണ്ട് തഴയാനും എളുപ്പത്തിൽ തരൂരിനെ കൊണ്ടായി. ആ ചർച്ചകളും സംവാദങ്ങളും ഒന്ന് ആറിത്തണുത്തപ്പോൾ ശശി തരൂർ CPIM-ൽ ചേരുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് PB കോർഡിനേറ്ററായ പ്രകാശ് കരാട്ട് എത്തിയിരിക്കുന്നത്. CPIM-ൽ ശശി തരൂർ ചേരാനുള്ള സാധ്യത പ്രകാശ് കരാട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മറുപടി നൽകിയത്. തരൂർ ഒരിക്കലും ഇടത്തേക്ക് തിരിഞ്ഞു നടക്കില്ല എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരമില്ല എന്നുമായിരുന്നു മറുപടി. ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന കാര്യത്തിൽ ഒരു സൂചനയും ഇതുവരെ പാർട്ടിക്ക് തന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. PTIക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രകാശ് കരാട്ടിന്റെ ഈ പ്രതികരണം വന്നത്. ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന് താൻ കരുതുന്നില്ല, സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്ത വന്നിട്ടില്ല എന്ന കരാട്ടിന്റെ മറുപടിയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. അങ്ങനെ എന്തെങ്കിലും സൂചന ഇതുവരെ അദ്ദേഹം നൽകിയിട്ടില്ല. അദ്ദേഹം പല കാര്യങ്ങളിലും സ്വന്തമായി അഭിപ്രായമുള്ള ആളാണ്. അദ്ദേഹം ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല, പക്ഷേ പശ്ചാത്തലം അറിയാം. പല സമയത്തും അദ്ദേഹം വസ്തുതകൾ പറയും. പ്രത്യേകിച്ച് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അത് പറയും. അതായത് കോൺഗ്രസിനെ തിരുത്തേണ്ടടുത്ത് തിരുത്തുന്ന ആളാണ് ശശി തരൂർ എന്നാണ് കരാട്ട് പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ മാറ്റത്തെ നേരത്തെ ശശി തരൂർ MP പ്രശംസിച്ചിരുന്നു എന്നും കരാട്ട് പറഞ്ഞു. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെ തരൂർ പ്രശംസിച്ചത്. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമാണ് എന്നായിരുന്നു ലേഖനത്തിൽ ഉണ്ടായിരുന്നത്. പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ചേഞ്ചിങ് കേരള ലാംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടായിരുന്നു ലേഖനം നൽകിയത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തിയതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം വിവരിച്ചത്. സ്ത്രീ, ട്രാൻസ്ജെൻഡർ സംരംഭകർക്ക് കൃത്യമായി പിന്തുണ നൽകിയിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞിരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് ബിസിനസിന്റെ കാര്യത്തിൽ ചെകുത്താന്റെ കളിസ്ഥലമാണ് എന്ന് മുൻപ് പറയാറുണ്ടായിരുന്നു. അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടതാണെന്നും തരൂർ പറഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ആ ലേഖനം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിയാകാനും കോൺഗ്രസിനെ നയിക്കാനും ഒരാളെ ക്ഷണിച്ച് മാധ്യമങ്ങളടക്കം പാർട്ടിയെ തകർക്കുമ്പോൾ ചതി മനസ്സിലാക്കിയ നേതാക്കൾ ഒന്നിച്ചു ചേർന്നതായിരുന്നു കേരളത്തിന്റെ സ്ഥിതിഗതികൾ മാറ്റിമറിച്ചത്. കേരളം പിടിക്കണം. അതിന് UDF-ൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാലാവസ്ഥയായ ഈ സമയത്ത് തരൂരിനെ പോലൊരു ആയുധത്തെ പല മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒരു വിഷയമാക്കുകയായിരുന്നു. അതുകൊണ്ട് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് AICC നേതൃത്വം. അതിന് MP ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഹൈക്കമാൻഡ് ഇതിനെല്ലാം ഒരു മറുപടി നൽകിയത്. അതിനിടയിൽ അനാവശ്യമായ വിവാദ പരമ്പരകൾ അരങ്ങേറിയതും തേഞ്ഞു മാഞ്ഞുപോയതും നമ്മൾ ഓർക്കണം. പക്ഷേ കണക്ക് കൂട്ടിയതൊന്നും ഒത്തില്ല എന്ന് ഇനിയും ഇടതും BJP-യും മനസ്സിലാക്കണം. തരൂർ നടത്തിയ പ്രതികരണം തരൂർ വഴി കോൺഗ്രസിന്റെ വലിയൊരു വോട്ട് ബാങ്കാണ് തലസ്ഥാനത്തുള്ളത്, മറക്കരുത്. അതുകൊണ്ട് തന്നെ പിണക്കിയാൽ നിങ്ങൾക്ക് രക്ഷയില്ല എന്നൊരു ബോധ്യം നേതാക്കന്മാരിൽ ഉണ്ടാക്കിയെടുക്കുവാനും കൂടുതൽ കരുത്തോടെ ഒന്നിച്ചു നിൽക്കാനും ആ വിവാദങ്ങളെ കൊണ്ടായി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഒരുതരം തരൂർ മാജിക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്.